അർജുനാങ്കിക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. ആലുവ സൈബർ പോലീസ് പുതിയ കേസെടുത്തു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് എഫ്ഐആർ. തുമ്പ തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആയങ്കിയുമായി ബന്ധമുള്ള 5 പേർ പിടിയിൽ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് 5 പേരെ പിടികൂടിയത്. കണ്ണൂരിൽ 8 പേർ കരുതൽ തടങ്കലിൽ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട്, മാനന്തവാടി, തവിഞ്ഞാൽ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിൽ വെള്ളക്കെട്ട് തുടരുന്നു. തിരുവനന്തപുരം അപ്പർ കുട്ടനാട് മേഖലയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. ഇടുക്കിയിൽ ഇടവിട്ട് മഴ ശക്തം. കർണാടകയിൽ രാവിലെ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഓടിച്ചത് താത്കാലിക ഡ്രൈവർ. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രമേ ദീർഘദൂര സർവീസുകൾക്ക് നിയോഗിക്കാവൂ എന്ന ഉത്തരവ് അട്ടിമറിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18. രാംനഗറിൽ വെച്ച് നടന്ന അപകടത്തിൽ കണ്ടക്ടറും ഡ്രൈവറും മരിച്ചു. 20 പേർക്ക് പരിക്ക്. വടകര MDMA ലഹരിമരുന്ന് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. മുഖ്യകണ്ണി BRC മുൻ അധ്യാപികയായ കീർത്തനയെന്ന് പോലീസ്. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കിട്ടി. 2 ദിവസം ചോദ്യം ചെയ്ത ശേഷം കീർത്തനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ജൻസി വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് ശശി തരൂർ. ജൻസികളെ കേൾക്കാനും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കോൺഗ്രസിനായില്ല. രാഹുൽ ഗാന്ധി വിഷയം ഏറ്റെടുത്തെങ്കിലും ഫലപ്രദമായി വിഷയം പ്രതിഫലിപ്പിക്കാനായില്ല. UPI സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾക്ക് മറുപടിയുമായി പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ. തുടർന്നും ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് വിശദീകരണം. ഉപഭോക്താക്കൾക്കും ചെറുകിട കച്ചവടക്കാർക്കും സേവനം സൗജന്യമായി തുടരും. സുസ്ഥിരമായി സേവനം നിലനിർത്തുന്നതിനായുള്ള നടപടികൾ ചർച്ചയ്ക്ക്. പശ്ചിമേഷ്യൻ സമാധാനത്തിൽ അനിശ്ചിതത്വം. ട്രംപ് നാടകക്കാരനെന്ന് ഇറാൻ. ഹോർമൂസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലെന്ന് ട്രംപ്. വെടിനിർത്തൽ കരാർ ഉടനെന്നും അവകാശവാദം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും മെക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സൈനിക സഹകരണം ശക്തമാക്കുന്നതിനും ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും കരാർ. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ നടക്കുന്ന സായുധ ആക്രമണം തങ്ങൾക്കെല്ലാം എതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന വ്യവസ്ഥ.